കയ്യെത്തും ദൂരത്ത് അവസാന ഭാഗം. രചന ആസിയ പൊന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഞാൻ ചന്ദ്രനെ കണ്ടിരുന്നു. അവരോട് ഞാൻ നിത്യയുടെ കാര്യം സംസാരിച്ചിരുന്നു. സത്യൻ അത് പറയുന്നു. എല്ലാവർക്കും ആകാംക്ഷയായി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഹേമയാണത് ചോദിച്ചത്. അത് അയാൾ ബാക്കി പറയാനൊന്നും മടിച്ചു. എന്താ സത്യേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേമ അത് ചോദിച്ചതും നിത്യയുടെ മുഖത്ത് ആകാംക്ഷയേറി. ഉണ്ട്. അയാളത് പറഞ്ഞതും നിത്യയുടെ മുഖത്ത് ഒരു നിരാശ പടർന്നു. നാളെ തന്നെ 4 കൂട്ടരുടെ എൻഗേജ്മെന്റ് നടത്തുക എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. നിരാശയോടെ നിൽക്കുന്ന ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് സത്യൻ ചിരിയോട് അത് പറഞ്ഞതും എല്ലാവരും ഞെട്ടി അയാളെ നോക്കി. എന്താ പറഞ്ഞേ? ഹേമ വിശ്വാസം വരാതെ ചോദിച്ചതും സത്യനൊന്ന് ചിരിച്ചു. ഋഷിക്കും ചന്ദ്രനും ഒരു എതിർപ്പുമില്ല. വിവാഹത്തിന് അവർക്ക് പൂർണ്ണ സമ്മതം. സത്യൻ ചിരിയോടെ പറഞ്ഞതും എല്ലാവർക്കും ആശ്വാസമായി. എത്രയും വേഗം എല്ലാത്തിനെയും പിടിച്ചു കെട്ടിക്കണമെന്നാ ചന്ദ്രൻ പറയുന്നത്. അവൻ പറഞ്ഞതും ശരിയാ. പിള്ളേർക്കൊക്കെ വയസ്സ് കൂടി വരികയല്ലേ. നാളെ ചെറിയ രീതിയിൽ ഒരു എൻഗേജ്മെന്റ് നടത്താമെന്നാ ഞങ്ങൾ കരുതുന്നത്. പാർവതിയോടും ലക്ഷ്മിയോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അവർക്ക് എതിർപ്പൊന്നുമില്ല. ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ മതി. സത്യൻ അത് പറഞ്ഞതും സൂര്യൻ എണീറ്റുന്നു. ഇതിലിത്ര അറിയാനെന്തിരിക്കുന്നു? ഇന്നിതേ ഇപ്പൊ കല്യാണം നടത്താൻ തീരുമാനിച്ചാലും കേട്ടാൻ ഞാൻ റെഡിയാണ്. സൂര്യ പറഞ്ഞു കേട്ട് ഹേമ അവനെ നോക്കി കണ്ണുരുട്ടി. അത് കണ്ടതും അവൻ ഇരുന്നിടത്ത് തന്നെ പോയിരുന്നു. എന്താ മഹി, നിന്റെ അഭിപ്രായം? മാളൂട്ടിയെ മടിയിൽ വെച്ച് കളിപ്പിച്ചിരുന്ന മഹിയോടായി സത്യം ചോദിച്ചു. നാളെ തന്നെ എൻഗേജ്മെന്റ് നടത്തിയേക്കാം, വൈകിപ്പിക്കുന്നത് എന്തിനാ? മഹിയുടെ അഭിപ്രായം കേട്ടതും സൂര്യൻ അവനെ നന്ദി സൂചകമായിട്ടൊന്ന് നോക്കി. സത്യം പിന്നീട് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിച്ചു. എൻഗേജ്മെന്റ് നാളെ തന്നെ നടത്താൻ തീരുമാനിച്ചുകൊണ്ട് എല്ലാവരും പിരിഞ്ഞുപോയി. താങ്ക്സ് ഡാ, താങ്ക് യു സോ മച്ച്. ശരി, ഞാൻ പോയി കണ്ടോളാം. ആ, നീ ആ അഡ്രസ് ഒന്ന് അയച്ചേക്ക്. ശരി, ഗുഡ് നൈറ്റ്. കിരൺ ഫോൺ കട്ട് ചെയ്ത് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കിയിരിക്കുന്ന കീർത്തിയുടെ അടുത്തേക്ക് പോയിരുന്നു. അൻവറാണ്. അവന്റെ വീടിനടുത്ത് പ്രഗത്ഭനായ ഒരു വൈദ്യനുണ്ട്. അവിടെ പോയവർക്കൊന്നും നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല. അവൻ പുള്ളിയൊന്ന് പോയി കാണാൻ പറയുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ പ്രതീക്ഷയില്ലാത്ത പോലെ തലതിരിച്ചിരുന്നു. അത് കണ്ടതും കിരൺ അവളെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്നേ. നിന്നെ നോക്കാനുള്ള മടിയുണ്ടല്ല. നിന്റെ നാവിൽ നിന്ന് ഒരിക്കൽ കൂടി കിരണേട്ട എന്ന വിളി എനിക്ക് കേൾക്കണം. അതും പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ അവൻ ചുംബിച്ചതും അവൾ കണ്ണും വിടർത്തി അവനെ നോക്കി. അവൻ അവളുടെ മുടിയിഴകൾ വിരൽ കൊണ്ട് ഒതുക്കി വെച്ച് അവളിലേക്ക് വീണ്ടും മുഖം അടുപ്പിച്ചതും ഡോറിൽ തുരുതുരെ മുട്ട് കേട്ടു. കിരൺ കണ്ണ് രണ്ടും ഇറുക്കി അടച്ച് അവളെ അടർത്തി മാറ്റി ബെഡിൽ നിന്ന് ഇറങ്ങിപ്പോയി ഡോർ തുറന്നു. ഉണ്ണി, കല്യാണം കഴിയണവരെ എന്റെ മക്കളെ കണ്ണൻ്റെ ഒപ്പം പോയി കിടക്കുക കേട്ടോ. കീർത്തി മോൾക്കൊപ്പം രുദ്ര കിടന്നോളും. അത് വന്ന് തറച്ചത് അവന്റെ നെഞ്ചത്ത് തന്നെയായിരുന്നു. അവൻ ദയനീയമായി ഹേമയെ നോക്കിയതും ഹേമ അവനെ അവിടുന്ന് തള്ളിക്കൊണ്ട് കണ്ണന്റെ മുറിയിലാക്കി. ദേ, രണ്ടിനോടും കൂടി പറയുക, നേരെ വെളുക്കാതെ ഈ മുറിയിന്ന് പുറത്തിറങ്ങിയ രണ്ടിനെയും മുട്ടുംകാലി ഞാൻ തല്ലി കൊടുക്കും. ഹേമ രണ്ടിനെയും നോക്കി താക്കിയതോടെ പറഞ്ഞതും അനുസരണയോടെ അവർ തലകുലുക്കി. ഇത് കണ്ട സൂര്യൻ നിന്ന് കിണിച്ചതും ഹേമ അവനൊരു നോട്ടം. നീ അധികം കിണിക്കണ്ട. കല്യാണത്തിന് മുന്നേ കിച്ചുവിന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും പോയെന്ന് ഞാൻ അറിയാലോ നിനക്കെന്നെ. ഹേമയുടെ ചോദ്യത്തിന് കണ്ണനും കിരണും തലകുലുക്കിയതുപോലെ അവനും തലകുലുക്കി. എന്നാ എന്റെ പൊന്നുമോൻ ഇന്ന് ഇവരുടെ കൂടെ കിടന്നു. അതും പറഞ്ഞ് ഹേമ അവനെ മുറിയിലേക്ക് തള്ളിയിട്ട് ഡോർ ലോക്ക് ചെയ്തതും മൂന്നും കൂടി പരസ്പരം ദയനീയമായിട്ടും നോക്കി. ഇനിയിപ്പോ നോക്കിന്നിട്ടൊന്നും കാര്യമില്ല, അമ്മ ഇനി രാവിലെ തുറക്കൂ. സൂര്യൻ അവരോടായി പറഞ്ഞതും രണ്ടും കൂടി ഒരു നെടുവീർപ്പെട്ടു. അപ്പൊ ഇനി എന്തു ചെയ്യും? ബാ, പോയി കിടന്നുറങ്ങാം. സൂര്യൻ പോയി ബെഡിലേക്ക് വീണതും കണ്ണൻ അവന്റെ മുകളിൽ കൂടി കയറി കിടന്നു. കിരൺ വേറെ നിവൃത്തിയില്ലാതെ ലൈറ്റ് ഓഫ് ചെയ്ത് അവരോടൊപ്പം വന്ന് കിടന്നു. മക്കളെ ഉറക്കി കിടത്തി മഹി ഒരു ഫയലെടുത്ത് ബെഡിൽ ചാരിയിരുന്ന് അത് ശ്രദ്ധയോടെ പഠിച്ചു. അപ്പോഴേക്കും വെള്ളവുമായി അവൾ അങ്ങോട്ട് വന്നു. അവൻ ഫയലിൽ കാര്യമായി നോക്കിയിരിക്കുന്ന കണ്ടതും അവൾ ഡോർ ലോക്ക് ചെയ്ത് മഹിയുടെ അടുത്ത് വന്നിരുന്നു. അപ്പോഴും അവന്റെ നോട്ടം ഫയലിലാണെന്ന് കണ്ടതും അവൾ അവന്റെ കൈകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി അവനെ നെഞ്ചിൽ ചാരി കിടന്നു. ഒരു പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കി. യു ക്യാരി ഓൺ. അതും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചിരുന്നതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ തലയിലൊന്ന് മുത്തി. അപ്പോഴേക്കും ഡോറിൽ മുട്ടുകിട്ടു. മഹി, വാതിലോർക്ക്. ഹേമയുടെ ശബ്ദം കേട്ടതും അവൾ ഓടിപ്പോയി ഡോറ് തുറന്നു കൊടുത്തു. എന്താ ഹേമമ്മേ? അത് പിന്നെ ഓളെ, വിവാഹം കഴിയുന്നവരെ ഉണ്ണിയെ ഞാൻ കണ്ണൻ്റെ മുറി കിടക്കാൻ പറഞ്ഞു. കീർത്തി അവിടെ ഒറ്റക്കാണ്. മോൾ അവിടെ പോയി കിടക്ക്. എനിക്ക് നിശ്ചയത്തിന് വേണ്ട കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അതാ. ഹേമ പറയുന്ന കേട്ട് മഹി ഞെട്ടി. അത് പറ്റില്ല, അവൻ എടുത്തടിച്ച പോലെ പറഞ്ഞു. അതെന്താ? ഹേമം കുറച്ച് ഗൗരവത്തോടെ അവനോട് ചോദിച്ചു. അത് പിള്ളേരെ നോക്കണ്ടേ? അവിടെ നീതും നിത്യമൊക്കെ ഇല്ലേ, അവരോട് പറയാമ്മ. അവനൊരു ഒഴുക്കമട്ടിൽ പറഞ്ഞു ഒപ്പിച്ചു. പിള്ളേരെ നോക്കാൻ നീയില്ലേ ഇവിടെ? പിന്നെ നീതുവിന് നിത്യക്കും കീർത്തിയെ നോക്കാൻ അറിയില്ല. അവൾ കൊടുക്കേണ്ട മരുന്നും മറ്റൊക്കെ രുദ്രക്കല്ലേ അറിയുന്നേ. മോളെ, നീ അങ്ങോട്ട് ചെന്നേ.
ഹേമ പറഞ്ഞതും അവൾ മഹിക്ക് ടാറ്റയും കൊടുത്ത് അവനെ ഒന്ന് ആക്കി നോക്കി അവിടുന്ന് പോയി. മഹിയാണെങ്കിൽ ഹേമയെ ദയനീയമായിട്ട് നോക്കിക്കൊണ്ട് ഫയൽ മടക്കി വെച്ച് പിള്ളേരെ ചേർത്ത് പിടിച്ച് കിടന്നു. അത് കണ്ടതും ഹേമ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. ഇന്നാണ് നിശ്ചയം. നിശ്ചയത്തിൽ പങ്കെടുക്കാൻ ഫിദയും അൻവറൊക്കെ എത്തിയിരുന്നു. അല്ലുവും അന്നു അവരുടെ നാട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. ഒരുമിച്ച് 4 നിശ്ചയങ്ങൾ നടക്കുന്നതുകൊണ്ട് എല്ലാവരും പറന്നടന്നാണ് ഒരുക്കങ്ങൾ ചെയ്തത്. സമയമായപ്പോഴേക്കും ഋഷിയും ചന്ദ്രനും അപ്പും ഒക്കെ എത്തിയിരുന്നു. പാർവതിയും ലക്ഷ്മിയൊക്കെ അതിരാവിലെ എത്തിയിരുന്നു. പെൺപിള്ളേരൊക്കെ റെഡിയാക്കി നിലവിളക്കിനടുത്തായി കൊണ്ടുവന്ന് നിർത്തി. അവർ കീർത്തിയെ കൊണ്ടുവന്നില്ലായിരുന്നു. അവർക്കിരിക്കാനായി നിലത്ത് പരവതാനികൾ വിരിച്ചിട്ടിരുന്നു. അപ്പോഴേക്കും സ്റ്റേജിൽ ഇറങ്ങിയ ചെക്കന്മാർ ഓരോരുത്തരായി വന്നു. ആദ്യം ഇറങ്ങി വന്ന കണ്ണനാണ്. പുറകെ സൂര്യനും ഋഷിയും വന്നു. ഒടുവിൽ വന്ന കിരൺ കീർത്തിയെ എടുത്താണ് വന്നത്. അവർ ഇറങ്ങി വന്നു. ഹേമ എല്ലാവരെയും കൊണ്ട് അവർക്കായി ഒരുക്കിയ പരവതാനിയിൽ ഇരുത്തിയതും കിരൺ കീർത്തിയെ ഇരുത്തിക്കൊണ്ട് അവനും അടുത്തിരുന്നു. കുടുംബജോത്സ്യന്റെ സാന്നിധ്യത്തിൽ ഒരേ സമയം ചെക്കന്മാർ മോതിരം അണിയിച്ചു. തിരികെ അവരും അണിയിച്ചു. മഹിരുദ്രയെ ചേർത്ത് പിടിച്ച് അവരെ നോക്കി നിന്നു. എല്ലാവരും കൈയടിച്ചതും കാര്യം മനസ്സിലായിട്ടാണോ എന്തോ അച്ചുവും ആളും കൂട്ടത്തിൽ കൈയടിക്കുന്നുണ്ട്. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് ഭംഗിയായി കഴിഞ്ഞതും പൂജാരി മുഹൂർത്തം കുറിച്ചു കൊടുത്തു. ഇന്നേക്ക് 3-ാം നാൾ 12-നും 12:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം. ജ്യോത്സ്യന്റെ വാക്കുകൾ കേട്ടതും സത്യനൊന്ന് ചിന്തിച്ചു. അതൊരുപാട് നേരത്തെ ആയി പോയില്ല തിരുമേനി. സത്യന്റെ ചോദ്യത്തിന് അദ്ദേഹം ഒന്ന് ചിരിച്ചു. നിങ്ങളുടെ കുട്ടികൾക്ക് ഒന്നുചേരാൻ ഏറ്റവും ഉത്തമമായ നാളാണ് ഞാൻ പറഞ്ഞത്. മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അന്നേനെ നടത്തുന്നതാവും കൂടുതൽ ഉചിതം. ശരി തിരുമേനി, അങ്ങനെ തന്നെ നടത്താം. സത്യൻ ജ്യോത്സ്യന് ദക്ഷിണ നൽകിയതും അദ്ദേഹം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഭക്ഷണമൊക്കെ കഴിഞ്ഞതും എല്ലാവരും കൂടി വിവാഹത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പാർവതി കിച്ചുവിനെയും കൂട്ടി തിരികെ പോയതും ലക്ഷ്മി കീർത്തിയെ കൂട്ടിക്കൊണ്ടുപോകാനൊരു ശ്രമം നടത്തി. കിരൺ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് അത് നടന്നില്ല. വിവാഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ കിരൺ കീർത്തിയുമായി വൈദ്യരെ കാണാൻ പോയിരുന്നു. അവിടുത്തെ ഏറെ നേരം നീണ്ടുന്ന ഒഴിച്ചിലും വീഴ്ചയിലും കീർത്തിനൊരു പ്രത്യേക ഉണർവുണ്ടാക്കിയിരുന്നു. അതിൽ ഏറ്റവും അധികം സന്തോഷിച്ചതും കിരൺ തന്നെയായിരുന്നു. ഇതിനിടയ്ക്ക് നാട്ടിൽ നിന്ന് തിരികെ എത്തിയ അല്ലുവിന്റെയും അന്നുവിന്റെയും നിക്കാഹ് ഉറപ്പിച്ചു. അവരുടെ നിർബന്ധത്താൽ എല്ലാവരുടെയും വിവാഹം ഒരു ദിവസം തന്നെ ആവട്ടെ എന്ന് കരുതി അതേ ദിവസം അവരുടെ നിക്കാഹും ഉറപ്പിച്ചു. നേരിൽ കാണാനുള്ള അവസരം ഇല്ലാത്തതിനാൽ ഫോൺ കാളുകളിലൂടെ അവരുടെയൊക്കെ പ്രണയം പൂത്തുലഞ്ഞു. അപ്പോഴും ഋഷിയും നിത്യയും മാത്രം പരസ്പരം ഒഴിഞ്ഞുമാറി നടന്നു. അങ്ങനെ 2 ദിവസങ്ങൾ കല്യാണത്തിന്റെ ഒരുക്കങ്ങളുടെ തിരക്കിലൂടെ കടന്നുപോയി. ഡ്രസ് എടുക്കലും സ്വർണ്ണമെടുക്കലൊക്കെ അതിവേഗം നടന്നു. വളരെ അടുത്ത ബന്ധുക്കളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിച്ചു. മഹിക്കും രുദ്രയ്ക്കും ഒരു റെസ്റ്റും കിട്ടിയിരുന്നില്ല. എല്ലാവരുടെ തലയിലായിരുന്നു. വിശ്വനും ചന്ദ്രനും അവരെ സഹായിക്കാൻ ഒപ്പം കൂടി. ചെക്കന്മാരൊക്കെ നേരത്തെ തന്നെ റെഡിയായിട്ട് ഇറങ്ങി. ആദ്യം അല്ലുവിന്റെ അന്നുവിന്റെ നിക്കാഹാണ്. അതുകൊണ്ട് അല്ലുവും ബാക്കി പുരുഷന്മാരും കൂടി നേരെ പള്ളിയിലേക്ക് വിട്ടു. അല്ലുവിന്റെ ഉപ്പുപാക്ക് യാത്ര ചെയ്യാനാവാത്തതുകൊണ്ട് അവന്റെ നാട്ടിലെ പള്ളിയിൽ വെച്ചാണ് നിക്കാഹ് തീരുമാനിച്ചത്. അവിടെ വെച്ച് അല്ലുവിന്റെ ഉപ്പുപ്പ അന്നുവിനെ അൻവറിന് നിക്കാഹ് ചെയ്തു കൊടുത്തു. അതുപോലെ തിരിച്ച് ഫിദയെ അവളുടെ ഉപ്പ അല്ലുവിന് നിക്കാഹ് ചെയ്തു കൊടുത്തു. പങ്കെടുത്തവർക്കൊക്കെയുള്ള ഭക്ഷണം അവിടെ ഒരുക്കിയിരുന്നു. അതൊക്കെ കഴിച്ച് അവർ നാട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ അവർ ഡ്രസ്സൊക്കെ മാറി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു. സ്റ്റേജിൽ നിലനിൽക്കുന്ന നവവധുക്കളെ കണ്ടതും എല്ലാവരും കണ്ണും തള്ളി അവരെ നോക്കി നിന്നു. ഫിദയും അന്നുവും കിച്ചുവും കീർത്തിയും നീതുവും നിത്യയും അടിപൊളിയായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ചെക്കന്മാരെയൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയതും അവരവരുടെ വധുമാരുടെ അടുത്തേക്ക് അവർ നീങ്ങി നിന്നു. ആദ്യം അൻവർ അന്നുവിനെ മഹറണിയിച്ചു. അതിനുശേഷം അല്ലു ഫിദയും അണിയിച്ചു. അവരുടെ കെട്ട് കഴിഞ്ഞതും ബാക്കി വധൂവരന്മാരെ മണ്ഡപത്തിലേക്ക് അയറ്റി. കെട്ടിമേളം തുടങ്ങിയതും ഋഷി നിത്യയെയും കിരൺ കീർത്തിയെയും സൂര്യ കിച്ചുവിനെയും കണ്ണ് നീതുവിനെയും ഒരേ സമയം താലി കെട്ടി. അവരുടെ സിന്ദൂരരേഖ ചുമപ്പിച്ചുകൊണ്ട് ഓരോരുത്തരായി പാതിയുടെ കയ്യും പിടിച്ച് അഗ്നിക്ക് ചുറ്റും വലം വെച്ചു. കിരണിന്റെ ഊഴം വന്നതും കീർത്തി ദയനീയമായി അവനെ നോക്കി. അതിനവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവളെയും എടുത്ത് അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തു. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ട് ദൈവത്തോട് 1000 നന്ദി പറഞ്ഞു. എല്ലാവരുടെയും താലിയിട്ട് കഴിഞ്ഞതും ഫോട്ടോ എടുപ്പായി, ഫുഡ് കഴിക്കലായി. പോകുന്നത് ഒരു വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് ആർക്കും കരഞ്ഞ് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എല്ലാം ഭംഗിയായി കഴിഞ്ഞതും അല്ലുവിനെയും അന്നുവിനെയും ഫിദയുടെ ഉപ്പയും ഉമ്മയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ബാക്കിയുള്ളവർ നേരെ മാളിയേക്കൽ തറവാട്ടിലേക്കും. മക്കളെയും മരുമക്കളെയും ഒക്കെ ഹേമ സ്നേഹത്തോടെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തി. അവർക്കുള്ള ഡ്രസ്സും കൊടുത്ത് ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടു. രാത്രിയാകുന്നവരെ എല്ലാവരും കളിയും ചിരിയുമായി ഹാളിലിരുന്നു. അച്ചുവും ആളും ഉറക്കം പിടിച്ചും രുദ്ര അവരെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. ഫുഡ് കഴിച്ച് കിച്ചുവിനെയും നീതുവിനെയും നിത്യയും ഹേമ കിച്ചണിലേക്ക് കൊണ്ടുപോയി. പുഞ്ചിരിയോടെ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് മുറിയിലേക്ക് പോകാൻ നിന്ന കിരണിനെ വിളിച്ച് അവനും ഒരു ഗ്ലാസ് പാല് കൊടുത്തു. ആദ്യം അവനൊന്ന് പകച്ചെങ്കിലും പിന്നെ ഒരുമാതിരി ഇളിച്ചുകൊണ്ട് അവൻ വേഗം മുറിയിലേക്ക് ഓടി. മുറിയിൽ കയറി ലോക്ക് ചെയ്ത് അവൻ ആ പാലുമായി കീർത്തിക്ക് നേരെ നടന്നു. അവളത് കണ്ട് ചിരി കടിച്ചു പിടിച്ചിരുന്നു. അവൻ പാല് ടേബിളിൽ വെച്ച് ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ പിടക്കുന്ന കണ്ണുകൾക്ക് മീതെ വിരലോടിച്ചു. അവളുടെ മുഖത്ത് പരിഭ്രമം വന്നിറയുന്നത് അവൻ അറിഞ്ഞു.
ടെൻഷൻ വേണ്ട. ഇങ്ങനൊരു അവസ്ഥയിൽ ആദ്യ രാത്രി ആഘോഷിക്കാൻ മാത്രം ദുഷ്ടനൊന്നുമല്ല ഞാൻ. നമ്മുടെ ജീവിതം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. നീ അതോർത്ത് വിഷമിക്കേണ്ട. അത് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വീണ് കിടന്നു. അവളുടെ നെറ്റിയിൽ ചുണ്ടു പതിപ്പിച്ചതും അവൾ അവനെ വാരിപ്പൊള്ളുന്നുകൊണ്ട് അവന്റെ നെഞ്ചിൽ തലവെച്ചുറങ്ങി. സൂര്യൻ മുറിക്കാത്ത അക്ഷമനായി കാത്തു നിൽക്കുമ്പോഴാണ് പാൽ ഗ്ലാസുമായി കിച്ചുവിന്റെ വരവ്. അവൾ വന്നതും അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എത്ര കൊല്ലം മനസ്സിൽ കൊണ്ടുവരുന്ന മുതല ഇപ്പൊ പാൽ ഗ്ലാസും പിടിച്ചെന്റെ മുന്നിൽ നിൽക്കുന്നേ. അവൻ ഡോർ ലോക്ക് ചെയ്ത് അവൾക്ക് നേരെ തിരിഞ്ഞതും അവൾ പാല് ടേബിൾ വെച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. എനിക്ക് നല്ല ക്ഷീണം, ഗുഡ് നൈറ്റ്. അവൾ അതും പറഞ്ഞ് കണ്ണുകൾ അടച്ചതും സൂര്യൻ പല്ല് കടിച്ച് അവൾക്ക് നേരെ പോയി. നിന്നെ ഞാൻ ഉറക്കിത്തരാടി. അവളുടെ അടുത്തായി കിടന്നുകൊണ്ട് അവൻ അവളുടെ സാരിക്കിടയിലൂടെ നഗ്നമായ വയറിൽ പിച്ചെയ്തും അവളൊന്ന് വിറച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും വശ്യമായ ചിരിയോടെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയിരുന്നു. അവന്റെ കുറ്റിത്താടി അവളെ എത്തിപ്പെടുത്തിയതും അവളുടെ കരങ്ങൾ അവന്റെ ഷർട്ടിൽ മുറുകി. ഐ ലവ് യു. അവളുടെ കാതോരം അവൻ മൊഴിഞ്ഞതും അവളുടെ ഉള്ളിൽ ഒരു തണുപ്പ് പടരുന്ന് അവൻ അറിഞ്ഞു. ഇനിയും കാത്തിരിക്കാൻ വയ്യടി. അവന്റെ ചുടുനിശ്വാസം അവളുടെ കഴുത്തിൽ പതിഞ്ഞതും അവളൊന്ന് കുറുകിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഒന്ന് ഉരുണ്ടുകൊണ്ട് അവൾ അവന്റെ മുകളിലായി കിടന്നു. അവളുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ടുകളുമായി കൊരുത്തു. അതൊരു സമ്മതമായി കണക്കാക്കി അവൻ അവളുടെ ചുണ്ടുകളെ ഭ്രാന്തമായി നുണഞ്ഞു. ആ ചുംബനത്തിനിടയിൽ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീഴുന്ന് അവൾ അറിഞ്ഞു. ഒടുവിൽ ലൈറ്റ് കെടുത്തി ഒരു പുതപ്പിനുള്ളിൽ ഒതുങ്ങിക്കൂടുമ്പോൾ രണ്ടുപേരും മത്സരിച്ച് പ്രണയിക്കുകയായിരുന്നു. അങ്ങോട്ട് മാറി നിൽക്ക്, എന്റെ ദേഹത്തോട്ട് ഞാൻ കുത്തി കീറും. ഫ്രൂട്ട്സിനൊപ്പം ഇരുന്ന കത്തിയെടുത്ത് കണ്ണിന് നേരെ നീട്ടിക്കൊണ്ട് നീതു ഒച്ചയെടുത്തു അവനൊരടി പിന്നിലേക്ക് നിന്നു. പിന്നെ നോക്കി വെള്ളർക്കാനാണോടി ഞാൻ നിന്നെ കെട്ടിയേ? അവൻ അവളെ നോക്കി പല്ല് കടിച്ചു. ദേ, എന്റെ കോഴ്സ് കഴിയുന്നവരെന്തെങ്കിലും വേണ്ടാതിനും കാണിച്ചാൽ കുത്തി മറത്തിക്കളയും ഞാൻ, പറഞ്ഞേക്കാം. അവൾ അവന് നേരെ കത്തി ചൂണ്ടിയതും കണ്ണം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിരുന്നു. പുല്ല്, അവിടെ അമ്മൂമ്മയുടെ ഒരു കോഴ്സ്. അവൻ പിറുവിരുത്തുകൊണ്ട് ബെഡിന്റെ ഒരു ഓരത്തേക്ക് ചുരുണ്ടുകൂടിയതും അവൾ അറിയാതെ ചിരിച്ചുപോയി. അവൻ കാണാതെ ചിരി അടക്കിക്കൊണ്ട് അവൾ ഏറ്റിയെടുത്തി മറുവശത്ത് വന്ന് കിടന്നു അവനും തിരിഞ്ഞു നോക്കി അവളെ പുച്ഛിച്ചു. കുറെ നേരം കഴിഞ്ഞതും അവൻ നിരങ്ങി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചതും അവൾ അവനെ നോക്കി. ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് കരുതി കൊച്ചൊന്നും ഉണ്ടാവില്ല. അവൻ അവളെ നോക്കി കണ്ണുരുട്ടിയതും അവൾ അറിയാതെ ചിരിച്ചുപോയി. അവളുടെ കുലുങ്ങിയുള്ള ചിരി കണ്ടതും അവൻ അവളുടെ കവിളിലൊന്ന് കടിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. സർ. ഫോണിൽ നോക്കി ബെഡിൽ കിടന്ന അൻവറിനെ നോക്കി അന്നു വിളിച്ചതും അവൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി. അതെ, ഞാൻ നിന്റെ ഭർത്താവാണ്, നിന്റെ യജമാനൊന്നല്ല. അവൻ അവളെ ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞതും അന്നു ഒന്ന് പരിങ്ങി. ഇങ്ങ് വാ. അവൻ ഗൗരവത്തോട് വിളിച്ചതും അവളൊന്നും മടിച്ചു നിന്നു. അത് കണ്ടതും അവൻ എണീറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. എന്നെ അനൂക്കാന്ന് വിളിച്ചാൽ മതി, സാർ വിളി ഇന്നത്തോടെ നിർത്തിക്കോണം കേട്ടല്ലോ. അവൾ അതിനൊന്ന് തലകുലുക്കി. എന്നൊന്ന് വിളിച്ച് അനൂക്കാന്ന്. അവൻ കയ്യും കെട്ടി നിന്നും അവൾ നിന്ന് വീർത്തു. അല്ല, അനൂക്കാന്ന്. അവൻ ഇച്ചിരി ഗൗരവത്തോടെ പറഞ്ഞതും അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. വിളിക്ക്. അവൻ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. അതിനനുസരിച്ച് അവൾ പിന്നോട്ടും. അനൂക്ക. ഭിത്തിയിൽ ഇടിച്ചിരുന്നും അവൾ പേടിയോടെ വിളിച്ചതും ക്ഷണനേരം കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. അവൾ ഞെട്ടിലോടെ നിൽക്കുന്ന വകവെക്കാതെ അവളുടെ ഇടുപ്പിൽ കൈകൾ മുറുക്കിക്കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു. അവൻ അവളിൽ നിന്ന് വിട്ടുനിന്നു. നാണത്താൽ അവളുടെ തല താഴ്ന്നു. ഏറെ നേരത്തിന് ശേഷം ആ മുറിയിൽ ഇരുട്ട് പടർന്നു. ചെറിയ സീൽക്കാര ശബ്ദങ്ങൾ അവിടുന്ന് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം അടുത്ത മുറിയിൽ അല്ലുവിന്റെ നെഞ്ചിൽ തലവെച്ച് അവന്റെ നഗ്നമായ നെഞ്ചിൽ വിരലോടിക്കായിരുന്നു ഫിദ. ഇങ്ങക്ക് എപ്പോഴാ ശരിക്കും എന്നോട് ഇഷ്ടം തോന്നിയേ? മറുപടിക്കായി അവൾ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയതും അവനൊന്ന് ചിരിച്ചു. എന്നെ ആരും കാണാൻ നീ ഒളിച്ചും പാത്തും നോക്കാൻ തുടങ്ങിയത് മുതൽ. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി. ആദ്യം ഞാൻ കരുതിയത് നേരിട്ട് നിന്നോട് വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കാന്നാ. പിന്നെ എപ്പോഴും അത് വേണ്ടെന്ന് തോന്നി. നിന്റെ ഇഷ്ടം നീയായിട്ട് വന്ന് തുറന്നു പറയട്ടെന്ന് ഞാനും കരുതി. എവിടെ പറയാൻ, കൊല്ലം കുറെ കഴിഞ്ഞതല്ലാതെ നിനക്കൊരു കുലുക്കമില്ല. കൈവിട്ട് പോകും തോന്നിയപ്പോൾ അളിയനോട് കാര്യം പറഞ്ഞു. അളിയൻ നിന്റെ ഉപ്പയോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തു. എല്ലാം ഓക്കെ ആയപ്പോൾ നിനക്കൊരു സർപ്രൈസ് തരാന്ന് കൂടി കരുതി. അത്രയും പറഞ്ഞ് അവൻ അവളെ അവനിലേക്ക് അടച്ചു പിടിച്ചു. അവൾ അവനെ നെഞ്ചിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവന് വാരിപ്പുണർന്നു. ഇതുവരെ പറയാതെ കൊണ്ടുനടന്ന പ്രണയം അവർ പരസ്പരം തുറന്നു കാട്ടി ആ രാവിനെ സുന്ദരമാക്കി. ഇതെന്ത് ചെയ്യാൻ പോവാ? തലേനെടുത്ത് നിലത്തേക്കിടുന്ന് എത്തിയെ നോക്കി ഋഷി മുഖം ചുളിച്ചതും അവൾ താഴേക്ക് നോക്കി നിന്നു. അത് ഞാൻ നിലത്ത് കിടന്നോളാം. അവൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞൊപ്പിച്ചതും ഋഷി അവളെ നിർത്തി നോക്കി. അതെന്താ, ബെഡിൽ കിടന്ന് ഉറക്കം വരില്ലേ? അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ നിങ്ങൾ ബെഡിൽ കിടന്നോ, ഞാനിവിടെ കിടന്നോളാം. എനിക്കറിയാം മനസ്സുകൊണ്ടല്ല ഈ വിവാഹത്തിന് സമ്മതിച്ചെന്ന്. പറയുമ്പോൾ ശബ്ദം ഇടാതിരിക്കാൻ അവൾ പാടുവിട്ടു. എന്ന് നിന്നോടാരാ പറഞ്ഞേ? അവൾക്ക് മുന്നിൽ താടി ഒഴിഞ്ഞുകൊണ്ട് അവൻ ഗൗരവം ഇടാതെ ചോദിച്ചതും അവൾ ഒന്നും ഇടാതെ നിന്നു. ഞാൻ നിന്നോട് പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലയാട്ടി. പിന്നെ? അവന്റെ ശബ്ദത്തിൽ ഗൗരവം കൂടി വന്നു. അത് പിന്നെ നിശ്ചയത്തിനൊക്കെ കണ്ടപ്പോഴേക്ക് അകന്നു മാറുന്ന പോലെ തോന്നി.
അവൾ തലതാഴ്ത്തി പറഞ്ഞു തുടങ്ങിയതും അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തിയതും അവളൊരു വിക്കലോടെ പറഞ്ഞു നിർത്തി. അപ്പൊ നീ കരുതി എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലെന്ന് അല്ലേ? അവൻ കയ്യും കെട്ടിന്ന് ചോദിച്ചതും അവൾ തലകുലുക്കി. 10 സെക്കൻഡ് സമയം തരാം. അതിനിടയിൽ ഇതൊക്കെ പെറുക്കിയെടുത്ത് ബെഡിൽ കയറി കിടന്നോളണം. അവൻ കുറച്ച് കലിപ്പിട്ടതും അവളൊന്ന് വിരണ്ടു. 1 2 3 4. അവൻ എണ്ണാൻ തുടങ്ങിയതും അവൾ തലയിനെടുത്ത് ബെഡിൽ ഓടിക്കയറി കണ്ണടച്ച് കിടന്നു. അതുകൊണ്ട് ഋഷി പൊട്ടി പൊട്ടി ചിരിച്ചതും അവൾ ഒളി കണ്ടിട്ട് അവനെ നോക്കി. രുദ്രയെയും കുടുംബത്തെയും മുൾമുനിൽ നിർത്തിയവളാ ഞാനൊന്ന് ഒച്ചയെടുത്തപ്പോൾ പേടിച്ചോടിയത്. അവൻ തമാശക്ക് പറഞ്ഞാണെങ്കിലും അതവൾക്ക് കൊണ്ടു. അവളുടെ മുഖഭാവത്തിൽ നിന്ന് അവനത് മനസ്സിലായിരുന്നു. പിന്നൊന്നും പറയാൻ നിൽക്കാതെ അവൻ ബെഡിൽ പോയി കിടന്നു. നിത്യ ഒന്നും മിണ്ടാതെ ബെഡിന്റെ ഒരു വശം ചേർന്ന് കിടന്നു. ഋഷിയുടെ കൈകൾ അവളിൽ വലയം തീർത്തു. നിറകണ്ണുകളോടെ അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ മുത്തമിട്ടിരുന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അകന്നു മാറിയത്. നിന്റെ ഉള്ളിൽ ഞാനുണ്ടോ എന്ന് അറിയില്ലായിരുന്നു. മാറിന്ന് നിന്നെ നോക്കിയായിരുന്നു. നിന്നിലെ മാറ്റങ്ങൾ അറിയുകയായിരുന്നു. അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പഴയതൊക്കെ മറന്നേക്ക്. ആ കാലം ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കരടായിട്ട് കടന്നു വരില്ല. പുതിയൊരു ജീവിതം തുടങ്ങാൻ സമയമായി. നമ്മൾ മാത്രമുള്ള നമ്മുടെ മാത്രമായുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കണം നമുക്ക്. അതും പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു നന്ദി വാക്ക് പറയാനാവാതെ ആ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുകയായിരുന്നു അവൾ. മഹി മുറിയിലേക്ക് വന്നപ്പോൾ രുദ്ര ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇന്ന് ഒരുപാട് കിടന്ന് ഓടിയതല്ലേ, ക്ഷീണം ഉണ്ടാവും അവൻ മനസ്സിലോർത്തു. അവൻ ശബ്ദമുണ്ടാക്കാതെ ലേറ്റ് കെടുത്തി അവളുടെ അടുത്തായി കിടന്നുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖമമർത്തി കിടന്നു. അപ്പോഴേക്ക് അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. അവന് നേരെ ചെരിഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഉറങ്ങിയില്ലേ? അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവന്റെ നെഞ്ചിൽ മുഖമൊരസി ഇല്ലെന്ന് പറഞ്ഞു. അവർക്കൊക്കെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, നമ്മൾ മാത്രമായിട്ട് എന്തിനാ വേണ്ട നോക്കുന്നേ? കുസൃതിയോട് അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി നെറ്റി ചുളിച്ചു. ഒരു സെക്കൻഡ് നൈറ്റിനുള്ള സ്കോപ്പ് വല്ലതും ഉണ്ടോ? അവളുടെ മൂക്കിൽ പതിയെ കടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവനൊന്ന് ഇരുത്തി നോക്കി. വാടി, എത്ര കാലായി നീ എന്നിങ്ങനെ പട്ടിണിക്കിടുന്നേ? അവൻ അവളുടെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ ഓഹോ എന്ന മട്ടിൽ അവനെ നോക്കി. മഹി അവളെ കഴുത്തിൽ ഒന്നുകൂടി ചുംബിച്ചു. അവൻ അവളെ ചുംബിച്ച് ഉണർത്താൻ ശ്രമിച്ചു. അവന്റെ ഓരോ ചുംബനത്തിലും അവളുടെ ഉള്ളിലെ വികാരങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് മനസ്സിലായതും അവൻ അവളെ എടുത്ത് നിലത്തേക്ക് ഇടത്തി. മക്കളുടെ രണ്ടു വശവും പിള്ളു വെച്ചുകൊണ്ട് മഹി അവളുടെ അടുത്തേക്ക് വന്നു കിടന്നു. അവളൊരു പുഞ്ചിരിയോടെ കൈ രണ്ടും ഇടർത്തി അവനെ വിളിച്ചതും അവൻ അവളുടെ മാറിലേക്ക് വീണു. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിന് ലക്ഷ്യം വെച്ച് നീങ്ങിയതും അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. അവളുടെ മാറിൽ നിന്ന് സാരി എടുത്തു മാറ്റിക്കൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു. അവളുടെ കഴുത്തിലൂടെ ചുണ്ടുകൾ താഴേക്ക് ചലിച്ചു. അവളുടെ മാറിലേക്ക് അവന്റെ ചുണ്ടുകൾ ഇഴഞ്ഞു വരുന്ന അറിഞ്ഞ് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒന്ന് മറിഞ്ഞുകൊണ്ട് അവളെ അവന് മുകളിലായി കിടത്തി. മഹി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾക്കൊപ്പം ആ പുതപ്പിനടിയിലേക്ക് കയറിയതും പുതപ്പിനടിയിലൂടെ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി വലിച്ചെറിയപ്പെട്ടു. മഹി അവളെ പ്രാന്തമായി ചുംബിച്ചുകൊണ്ട് അവളിലേക്ക് പടർന്നു കയറി. ഒരിക്കൽ കൂടി അവൻ അവളെ സ്വന്തമാക്കിയതും അവൾ തളർച്ചയോടെ അവന്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. ആ സുന്ദര നിമിഷങ്ങളെ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് അവർ രണ്ടുപേരും നിദ്രയെ പുൽകി. 6 മാസങ്ങൾക്ക് ശേഷം. എടി, നീ സ്വെറ്ററൊക്കെ എടുത്തിട്ടില്ലേ? കിച്ചു രുദ്രയോട് ചോദിച്ചതും അവൾ തലക്കൈ കൊടുത്ത് ഷെൽഫിന് നേരെ ഓടി സ്വെറ്റർ എടുത്തുകൊണ്ട് വന്നു. എല്ലാം ആയില്ലേ, ഒന്നും മറന്നില്ലല്ലോ? ഫീദ അവളുടെ ബാഗ് അവിടെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് പറഞ്ഞതും രണ്ടും കൂടി ഇല്ല എന്ന് തലയാട്ടി. അപ്പോഴേക്ക് അന്നു, നീതു, നിത്യയും അവരവരുടെ ബാഗുമായി വന്നു. അല്ല, ഏടത്തി എവിടെ? രുദ്ര അവരോടായി ചോദിച്ചതും മൂന്നും കൂടി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അവളുടെ ലഗേജുമായി മുറിയിലേക്ക് നടന്നു വരുന്ന കീർത്തിയെ കണ്ടതും അവൾ പുഞ്ചിരിയോടെ ആ ലഗേജ് വാങ്ങി. മാസങ്ങൾ നീണ്ട ആയുർവേദ ചികിത്സയിലൂടെ കീർത്തി അവളുടെ ചലനശേഷി വീണ്ടെടുത്തിട്ട് ഇന്ന് 3-ാം നാൾ. അതിന്റെ ആഘോഷത്തിനെല്ലാം കൂടി ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, കുടുംബത്തിൽ പുതിയ അതിഥികൾ വരാൻ പോകുന്നതിന്റെ ആഘോഷം കൂടിയാണ് ഈ ട്രിപ്പ്. ആ വീട് കണ്ടാൽ ഇപ്പോൾ ഒരു ഗർഭിണികളുടെ വാർഡാണെന്നേ പറയും. രുദ്ര 3 മാസവും കിച്ചു 2 മാസവും ഫീദ 3 മാസവും ഗർഭിണികളാണ്. അന്നു, നിത്യവും ഇപ്പൊ വിശേഷം അറിയിച്ചിട്ടേ ഉള്ളൂ. നീതുവും കണ്ണനും ഇപ്പൊ അവർക്കൊപ്പം എത്താനുള്ള ശ്രമത്തിലാണ്. ഗർഭിണികൾ യാത്ര ചെയ്യുന്നത് നല്ലതല്ലെന്ന് ഭർത്താക്കന്മാർ ആവുന്നത്ര പറഞ്ഞു നോക്കിയെങ്കിലും ഭാര്യമാർ അമ്പിനും വില്ലിനും അടുത്തില്ല. അവർ കുറെ പൊരുതി. ഒടുവിൽ ട്രിപ്പിന് പോകാൻ ഭർത്താക്കന്മാരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തു. അങ്ങനെ എല്ലാം കൂടി മുന്നേ നടന്നു. ലഗേജുമായി ഭർത്താക്കന്മാർ ബസ്സിലേക്ക് കയറി. അച്ചുവും മാളും ഹേമയും സത്യനും വിശ്വനും ചന്ദ്രനും ലക്ഷ്മിയും പാർവതിയൊക്കെ ഉണ്ടായിരുന്നു. കിച്ചുവിനോടും അമ്മയോടും ലക്ഷ്മിയോടും കിരണിനോടും ഉണ്ടായിരുന്ന പിണക്കം കീർത്തി മുൻകൈയെടുത്ത് അവസാനിപ്പിച്ചിരുന്നു. ഫിദയുടെ ഉപ്പയെയും ഉമ്മയും മഹി പോകുന്ന വഴിക്ക് പിക്ക് ചെയ്തു. എല്ലാവരും അവരുടെ പാതയിൽ ചേർത്ത് പിടിച്ച് ഓരോ സീറ്റിലേക്ക് ഒതുങ്ങിക്കൂടിയപ്പോൾ അപ്പുവിന്റെ മുടി പിടിച്ചു വലിച്ച് അവനെ കൊല്ലാകൊല ചെയ്യുകയായിരുന്നു അച്ചുവും മാളുവും. നേരത്തും കാലത്തും സഹകരിച്ചിരുന്നെങ്കിൽ നിനക്കും ഇങ്ങനെ തലോടി ഇരിക്കായിരുന്നല്ലോ. രുദ്ര അവളുടെ ചെറുതായി വീർത്ത വയറിൽ മഹിയുടെ കൈയെടുത്ത് വെച്ച് തലോട് നോക്കിയിരുന്ന നീതുവിനോട് കണ്ണം പറഞ്ഞതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ കൈകൾക്കിടയിലൂടെ കൈകോർത്ത് അങ്ങനെ ഇരുന്നു. ഇന്ന് മറ്റാരെക്കാൾ അവിടെ വാതോരാ സംസാരിക്കുന്ന കീർത്തിയാണ്. ഇത്രകാലവും തന്റെ കിരണേട്ടനോട് പറയാൻ കാത്തുവെച്ചതൊക്കെ കൊതി തീരാതെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. കിരണേട്ട. അവളുടെ ഓരോ വിളികളും അവൻ അത്രമേൽ ആസ്വദിച്ചു.
ഒരു പുഞ്ചിരിയോട് അവൾക്ക് കാതു കൊടുക്കുമ്പോഴും അവന്റെ കരങ്ങൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. മഹി എല്ലാവരെയും നോക്കി. ഫിദയുടെ വയറിൽ കൗതുകത്തോടെ തലോടിയിരിക്കുന്ന അല്ലുവും അനുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അൻവറും കിച്ചുവിന് പാട്ടുപാടി കൊടുക്കുന്ന സൂര്യനും നിത്യയെ തലോടി തോളിലേക്ക് ചായച്ചു കിടത്തിയിരിക്കുന്ന ഋഷിയും എല്ലാവരും സന്തോഷത്തിലാണ്. അത് കണ്ടതും അവൻ രുദ്രയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കാതിൽ ഒരിക്കൽ കൂടി അവൻ മന്ത്രിച്ചു, സ്റ്റിൽ ഐ ലവ് യു മൈ ലൈഫ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. റൂഹോട് ചേരും കിസ്മത്ത് എന്ന പുതിയ കഥ ഉടൻ ആരംഭിക്കുന്നതാണ്.